Hey, അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ അടുത്ത് കുറേ പേര് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ പഴയൊരു വീഡിയോ ഉണ്ട്, ഗ്രിഡ് ഡ്രോയിങ് എന്ന് വെച്ചിട്ട്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. കണ്ടവർക്കെല്ലാം ബിഗ് താങ്ക് യു. എന്ന് വെച്ചാൽ എനിക്കറിയില്ലായിരുന്നു കേരളത്തിൽ ഇത്രത്തോളം ആർട്ടിസ്റ്റ് അല്ല വെച്ചാൽ ആർട്ടിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, ഡെയിലി ബേസിസിൽ ഡ്രോ ചെയ്യുന്ന ആൾക്കാർ, പിന്നെ വീട്ടിലിരുന്നിട്ട് സിമ്പിൾ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഡ്രോ ചെയ്യുന്ന കുറേ ആർട്ടിസ്റ്റ് ഉണ്ടെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. സോ താങ്ക് യു ഫോർ ഓൾ ഓഫ് യു. ലൈക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ഇത്ര ഇതിലേക്ക് ഹൈപ്പിലേക്ക് പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര ഹൈപ്പ് കേട്ടോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നുള്ളൂ. ആൻഡ് ഓക്കെ, ഇൻട്രോ കാണിച്ചിട്ട് കുറേ ദിവസമായിരുന്നു. അപ്പോൾ ഒന്ന് ഇൻട്രോ കണ്ടിട്ട് പോട്ടെ കുറച്ച് 2-10 seconds. ഓക്കെ, ബൈ, സീ യു. ആൻഡ് നിങ്ങളെല്ലാവരും ആ വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ. സോ ഞാൻ കണ്ടിട്ടുള്ളവരോട് പറയുന്നതല്ല, കാണാത്തവരോട് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ഗ്രിഡ് ഡ്രോയിങ് എന്താണെന്ന് വെച്ചാൽ സിമ്പിളായിട്ട് നമുക്ക് റിയൽ ആയിട്ടുള്ളൊരു പിക്ചറിനെ റിയൽ ആയിട്ടുള്ളൊരു ഡ്രോയിങ് ആക്കി മാറ്റാനുള്ള സിമ്പിൾ പണിയാണ് ഈ ഗ്രിഡ് ഡ്രോയിങ്. സിമ്പിൾ മെത്തേഡാണ്. എല്ലാവർക്കും നമുക്ക് ആർട്ടിസ്റ്റ് ആണെങ്കിലും ആർട്ടിസ്റ്റ് അല്ലാത്ത ഇരിക്കുന്ന ഒരാൾക്കും ചുമ്മാ വരയ്ക്കണം എന്ന് തോന്നുന്ന ഒരാൾക്കും ഒരു ഫോട്ടോ ഉണ്ട്, അതിനെങ്ങനെ അതുപോലെ തന്നെ വരച്ച് നമ്മുടെ പിക്ചറിലേക്ക് ആക്കാൻ പറ്റും എന്ന് ആലോചിക്കുന്നവർക്ക് ഈസി മെത്തേഡാണ് ഗ്രിഡ് ഡ്രോയിങ്. അപ്പോൾ ഈ ഗ്രിഡ് ഡ്രോയിങ് യൂസ് ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് കുറേ ഗുണമുണ്ട്. എന്ന് വെച്ചാൽ ഡയമെൻഷൻസ് മാറില്ല. നമ്മളിപ്പോൾ രണ്ട് കണ്ണ്, ഇപ്പോൾ ഒരു ഫേസ് വരയ്ക്കണം, അതിനകത്ത് രണ്ട് കണ്ണുണ്ടല്ലോ. അപ്പോൾ കണ്ണ് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മളിപ്പോൾ ഗ്രിഡ് ഇടാണ്ട് ചിലപ്പോൾ വരയ്ക്കുമ്പോൾ കണ്ണ് രണ്ട് സൈഡിലേക്ക് പോകും. അതാ വെച്ചാൽ ഒരു കണ്ണ് താഴെ നോക്കണ്ട, ഒരു കണ്ണ് മേലെ നോക്കണ്ട, അങ്ങനെ മൂക്കും കണ്ണും തമ്മിലുള്ള മെഷർമെൻറ്റ് മാറിപ്പോകും. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഡ്രോയിങ് സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രശ്നങ്ങൾ ഒരു 80-90% വരെയൊക്കെ നമുക്ക് ചുരുക്കി കളയാൻ അതിനെ ഇല്ലാതാക്കാം. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ വരയ്ക്കാം എന്നുള്ളത് ഈ ഗ്രിഡ് ഡ്രോയിങ്ങിലൂടെ പറ്റും. സോ ദാറ്റ് ഈസ് വാട്ട് യു സീ ഈസ് വാട്ട് യു ഗെറ്റ്. നമ്മുടെ പിക്ചറിൽ എന്തുണ്ടോ ആ പിക്ചർ തന്നെ നമുക്ക് ഡ്രോയിങ് ചെയ്തെടുക്കാൻ പറ്റും. അടിപൊളിയല്ലേ? അപ്പോൾ നോക്കാം. ആൻഡ് ദിസ് ഈസ് ദ ഫോട്ടോ. ഞാൻ വരയ്ക്കാൻ പോകുന്ന ഫോട്ടോ നമ്മുടെ ഏട്ടൻ്റെ ഫോട്ടോ ഞാൻ ആയിക്കോട്ടെ വിചാരിച്ചു. ആൻഡ് ഇത് ഞാൻ പെയിൻറ്റിങ് അല്ല, ഡ്രോയിങ് ഉദ്ദേശിക്കുന്നു. സോ ഡ്രോയിങ് ചെയ്യുമ്പോൾ ബെറ്റർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ബിക്കോസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്നത് ഷെയ്ഡ്, നമ്മുടെ ഫോട്ടോനകത്ത് വരുന്ന ഷെയ്ഡ്സ്, പിന്നെ ഓരോ ഡീറ്റെയിലിംഗ് പെൻസിൽ ഡ്രോയിങ്ങിൽ സിമ്പിളായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. ഐ മീൻ അതെങ്ങനെയാണോ ആ പിക്ചറിനകത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആകുമ്പോൾ അതൊരു പെൻസിൽ ഡ്രോയിങ് പോലെ ആവണം. ലൈക്ക് ഒരു പിക്ചർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ബ്ലാക്ക് എന്ന് പറയുന്നത് നമ്മുടെ പെൻസിൽ, വൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പേപ്പർ. സോ അത് അങ്ങനെ മാറുകയാണ്. സോ അതുപോലെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റും. ചിലപ്പോൾ കളർ ഫോട്ടോസിൽ എവിടെയൊക്കെ ഷെയ്ഡ് ചെയ്യണം, എവിടെയൊക്കെ ഷെയ്ഡ് ചെയ്യാതെ വിടണം, എവിടെ ലൈറ്റ് ഷെയ്ഡ് ചെയ്യണം, എവിടെ ഡാർക്കായിട്ട് ഷെയ്ഡ് ചെയ്യണം, ഇതൊന്നും നമുക്ക് ചിലപ്പോൾ കണ്ടാൽ മനസ്സിലാവില്ല. അതുകൊണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്ന് വെച്ചാൽ ബ്ലാക്ക് ഉള്ളവിടെ ലൈറ്റ്, ബ്ലാക്ക് ഉള്ളവിടെ ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്യുക, ഡാർക്ക് ബ്ലാക്ക് ഉള്ളവിടെ ഡാർക്കായിട്ട് ഷെയ്ഡ് ചെയ്യുക. സിമ്പിളല്ല. അതുകൊണ്ട് പെൻസിൽ ഡ്രോയിങ് ആണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്നാണ് എൻ്റെ പേഴ്സണലി. ആൻഡ് പെയിൻറ്റിംഗ് ആണെന്ന് വെച്ചാൽ കുഴപ്പമില്ല, ഏതാണെന്ന് വെച്ചാൽ കളർ ഫോട്ടോ എന്ന് വെച്ചാൽ കളർ അതുപോലെ തന്നെ ചെയ്യാം, സിമ്പിൾ. ആൻഡ് കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇത് ചെയ്തില്ല, എന്താ ഫോണിനകത്ത് എങ്ങനെ ഇത് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു കൊടുത്തില്ല. ഞാൻ ലാപ്പിനകത്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഫോണിനകത്ത് എങ്ങനെയാണ് ഗ്രിഡ് നമ്മളെ പിക്ചറിനകത്ത് കൊടുക്കാമെന്ന് എനിക്ക് കാണിക്കാൻ മറന്നുപോയി. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ കാണിച്ചുതരാം. ഇതിനകത്ത് ഫോണിനകത്ത് നമ്മൾ ആപ്പ് സ്റ്റോർ, പ്ലേ സ്റ്റോർ ഏതാണെന്ന് വെച്ചാൽ ഓപ്പൺ ചെയ്തതെന്ന് വെച്ചാൽ ഗ്രിഡ് ഹാഷ്ടാഗ് എന്നുള്ളൊരു ആപ്പ് ഉണ്ടാവും. കണ്ടല്ലോ, ഇതാണ് ആപ്പ്. സോ ഈ ഗ്രിഡ് ഹാഷ്ടാഗ് എന്നുള്ളൊരു ആപ്പ്, ഇതാണ് അതിൻ്റെ ഐക്കൺ. ആൻഡ് ഇത് യൂസ് ചെയ്തിട്ട് അത് ആദ്യം ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു സ്ക്രീൻ കാണാൻ പറ്റും. ആൻഡ് ഈ സ്ക്രീനിൽ ടോപ്പ് റൈറ്റിൽ ഒരു ക്യാമറയുടെ ഐക്കൺ കണ്ടില്ല, അത് ഓപ്പൺ ചെയ്തെന്ന് വെച്ചാൽ നമ്മുടെ ഗാലറി ഓപ്പൺ ആകും. ഗാലറി ഓപ്പൺ ആയെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്ത ഫോട്ടോ, നമ്മൾ ഫോണിൽ എഡിറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഫോട്ടോനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാൻ പണിയൊന്നുമില്ലല്ലോ. അത് ഗാലറി സേവ് ചെയ്ത് വെക്കുക, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ. ആൻഡ് ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ നമ്മൾ ഇതിനകത്ത് ഓപ്പൺ ചെയ്യുക, ഈ ഗ്രിഡ് ആപ്പിനകത്ത്. ആൻഡ് ഓപ്പൺ ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് ലെഫ്റ്റ് ടോപ്പിൽ കാണുന്നതാണ് നമ്മുടെ ഓപ്ഷൻസ് എടുത്തെന്ന് വെച്ചാൽ ഇതിനകത്ത് ഗ്രിഡിൻ്റെ ലെങ്ത്ത്, നമുക്ക് എത്രത്തോളം ഗ്രിഡ് ആവശ്യമുണ്ടോ ആ ഗ്രിഡിൻ്റെ ഈ സ്ക്രോൾ ബാറാണ് അത്. ഗ്രിഡ് ഞാൻ പേഴ്സണലായിട്ട് പറയാം, സിമ്പിളായിട്ട് ഈ ഗ്രിഡ് കൂട്ടും തോറും നമുക്ക് ഡീറ്റെയിൽഡായിട്ട് വരയ്ക്കാൻ പറ്റും. എത്രത്തോളം ഗ്രിഡ് കൂടുതലാണോ അത്രയും ഡീറ്റെയിൽഡായിട്ട് നമുക്ക് നമ്മുടെ പിക്ചറിനകത്ത് വരയ്ക്കാൻ പറ്റും. ആൻഡ് എത്രത്തോളം ഗ്രിഡ് കമ്മിയാവുന്നോ
അത്രയും നമ്മൾ ഡീറ്റെയിലിംഗ് കമ്മിയാണ്. നമുക്ക് എവിടെയൊക്കെ എന്തൊക്കെ വരയ്ക്കണമെന്ന് ചിലപ്പോൾ ഒരു നിശ്ചിത ഒരു എന്താ പറയുക ഒരു സംഭവം ഇല്ലാണ്ടാവും. അപ്പോൾ അതുപോലെ ഗ്രിഡ് എപ്പോഴും സെൻറ്ററിൽ കീപ്പ് ചെയ്യുക. അങ്ങോട്ടും ഇല്ല നമുക്ക് എപ്പോഴും വരയ്ക്കാൻ പറ്റുന്ന പോലെ. ബിക്കോസ് നമ്മൾ പിക്ചർ വരച്ച ശേഷം ഗ്രിഡ് ഇറേസ് ചെയ്ത് കളയാനുള്ളതാണ്. സോ ഗ്രിഡ് ഇറേസ് ചെയ്യുമ്പോൾ ഒരു സെൻട്രലാണ് ഒരു 25 വാല്യൂ അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. 25 എന്ന് വെച്ചാൽ ഈ പിക്ചറിന് കുഴപ്പമില്ല തോന്നുന്നു. ആൻഡ് നമുക്ക് ഒരു 30-34 ആ റേഞ്ചിലൊക്കെ കൊടുക്കുമ്പോൾ നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇമേജ് നമുക്ക് കിട്ടും. ബട്ട് എന്താ പ്രോബ്ലം പറ്റുമെന്ന് വെച്ചാൽ വരച്ചതിന് ശേഷം നമ്മൾ ഗ്രിഡ് ഇറേസ് ചെയ്യുമ്പോൾ നമ്മൾ വരച്ച ഇമേജും അതിൻ്റെ ഇടയിൽ പെട്ട് ഇറേസ് ചെയ്ത് പോകും. ഗ്രിഡ് ഇറേസ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും കുറച്ച് കുഞ്ഞു ഗ്രിഡ് കൊടുത്തെന്ന് വെച്ചാൽ. സോ നമ്മളെപ്പോഴും മിഡിലിൽ കീപ്പ് ചെയ്യാം. ഓക്കെ. ആൻഡ് ഇതിന് താഴെ കൊടുത്തിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഗ്രിഡിൻ്റെ കളർ മാറ്റാം. ഇറ്റ്സ് ബെറ്റർ. ഞാൻ സജസ്റ്റ് അല്ല വെച്ചാൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്കിൻ കളർ തന്നെ കൊടുക്കാമെന്നാണ്. ചെറുതായിട്ടുള്ളൊരു വേരിയൻറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൻ്റെ ഓറഞ്ച് അല്ല വെച്ചാൽ പീൽ കളർ, ക്രീം കളർ, അങ്ങനത്തെ കുറച്ച് കളറൊക്കെ കൊടുത്തെന്ന് വെച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് ആ ഗ്രിഡ് ഉള്ളത് അറിയില്ല. പിന്നെ ഒരു ഫ്ലോയിൽ എങ്ങനെ വരഞ്ഞു പോകും. ഫൈൻ. ആൻഡ് താഴെ ലൈൻ തിക്നെസ് ആണ്, ഇത് നമുക്ക് ആവശ്യമില്ല. നമ്മുടെ ഇത് ലൈൻ കൂട്ടിയെന്ന് വെച്ചാൽ ഇമേജ് കുളമായിപ്പോൾ. സോ അണ്ണി തന്നെ വെക്കാം. സോ ദിസ് ഈസ് ഇറ്റ്. അപ്പോൾ ഈ ആപ്പ് യൂസ് ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് ഫോട്ടോനകത്ത് ഗ്രിഡ് കൊടുത്തിട്ട് സിമ്പിളായിട്ട് വരയ്ക്കാൻ തുടങ്ങും. അപ്പോൾ ലെറ്റ്സ് ബിഗിൻ. വൈ വേസ്റ്റിംഗ് ടൈം? ആൻഡ് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട്. സിമ്പിളായിട്ട് നമ്മൾ ഇപ്പോൾ ഒരു കണ്ണ് വരയ്ക്കുന്നത് വെച്ചാൽ മുമ്പത്തെ വീഡിയോയിൽ കണ്ണ് പറഞ്ഞു. സോ ഇപ്രാവശ്യം മീശ പറയാം. ലൈക്ക് ലാലറ്റിൻ്റെ മീശ വരയ്ക്കുന്നത് വെച്ചാൽ ഇവിടെ 1 2 3 4 5 6 7 8 ഈ 8 കോളത്തിനകത്താണ് മീശ വരുന്നത് അല്ലേ. അപ്പം നമ്മുടെ ഇവിടെയുള്ള കോളം കൗണ്ട് ചെയ്യുക. 1 2 ആ ലൈൻസ് എത്രയാണെന്ന് നോക്കുക. ലൈൻസ് എത്രയാണെന്ന് നോക്കുക. ഇവിടെ നിന്ന് 1 കൗണ്ട് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10 10 11 12 ഈ 3 കോളം. അപ്പോൾ ഇതിൽ കൗണ്ട് ചെയ്യുക 1 2 3 4 5 6 7 8 9 10. ഇത് മുതൽ 11 12 ഇതുവരെ ഇതിനകത്ത് മീശ വരിക. ലൈക്ക് 8ാമത്തെ കോളം 8 കോളത്തിൽ അപ്പോൾ ഇവിടെ നിന്ന് കൗണ്ട് ചെയ്യുക. ദിസ് ടു ദിസ് കൗണ്ട് ചെയ്യുക. എന്നിട്ട് അതിനകത്ത് വരുന്നതാണ് മീശ. ലൈക്ക് അപ്പോൾ ഇവിടെ 1 2 3 4 4 വരും അല്ലേ. 4 5 6 7 8. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ കൗണ്ട് ചെയ്യുന്നത് 1 2 3 4 4 വരും. 5 6 7 8 ഇവിടെ. സോ ഇവിടെ വയ്ക്കാം. ആൻഡ് ദിസ് ടു ദിസ് ഇതിനകത്തെ മീശ വരാം. അപ്പോൾ നമുക്ക് ഒരു മീശ വരയ്ക്കാൻ തന്നെ 8 കോളം മതി. അപ്പോൾ ഇതിനകത്ത് എന്താണെന്നോ അത് മാത്രം വരയ്ക്കുക, ഇതിനകത്ത് എന്താണോ അത് മാത്രം വരയ്ക്കുക. അങ്ങനെ 8 കോളം യൂസ് ചെയ്തിട്ട് നമുക്ക് മീശ വരച്ചാൽ മതി. വെറുതെ ഇങ്ങനെ ഒരു മീശ വരയ്ക്കണതിന് പാടില്ല. ഓക്കെ, സിമ്പിളല്ലേ? അതുപോലെ തന്നെ കണ്ണ് ഇവിടെ തന്നെ 3 കോളത്തിൽ പെട്ടിട്ടുണ്ട്. 1 2 3. അപ്പോൾ ഒരു കണ്ണ് വരയ്ക്കാൻ തന്നെ 3 പാർട്ടായി ഡിവൈഡ് ചെയ്തിട്ട് കണ്ണ് തന്നെ വരയ്ക്കുന്നത്. സോ അതിൻ്റെ ഒരു ബെനിഫിറ്റ് വിൽ ഷ്യൂർലി ഗെറ്റ് ഇറ്റ്. വരച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് മനസ്സിൽ വയ്ക്കുക എന്ന് വെച്ചാൽ നമ്മൾ ഔട്ട്ലൈൻ ഇട്ട ശേഷം ഗ്രിഡ് മാച്ച് കളയാം. ഗ്രിഡ് മാച്ച് കളഞ്ഞ ശേഷം നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള പെൻസിൽ യൂസ് ചെയ്യാം കേട്ടോ. ലൈക്ക് 2B 3B 4B അങ്ങനെ കുറേ ബികളുണ്ടല്ലോ. ആ ബികളിൽ പലതും യൂസ് ചെയ്തിട്ട് വരയ്ക്കുക. എന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ കണ്ടാൽ മനസ്സിലാവില്ല, വരച്ച ശേഷം ഒരു ലെവലിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഈ ഷെയ്ഡിങ് കുറച്ച് ബോറായി പോയി, അല്ല വെച്ചാൽ ഷെയ്ഡിങ്ങിൻ്റെ ഒരു തിക്നെസ് ഇല്ല. ചിലപ്പോൾ ചില പെൻസിലിൽ നല്ല ഷെയ്ഡ് ചെയ്യാൻ പറ്റില്ല, ഒരു ലിമിറ്റ് അതിന് കളർ വരില്ല, ഗ്രേ മാത്രമേ വരുള്ളൂ. ചില പെൻസിൽ ബ്ലാക്ക് പോലെ ഷെയ്ഡിങ് വരും അല്ലേ, അത് 8B 12B ആ റേഞ്ചിലേക്ക് പോകണം. സോ പെൻസിൽ എപ്പോഴും മാറ്റി യൂസ് ചെയ്ത് ഡ്രോ ചെയ്യാം. ഫൈൻ.
പിന്നെ ലൈക്ക് നമ്മൾ ഇവിടെ വരയ്ക്കുന്നത് റിയലിസ്റ്റിക് ഇമേജാണ്. ലൈക്ക് റിയൽ എങ്ങനെയാണ് ഫോട്ടോ അതുപോലെ തന്നെയാണ് നമ്മൾ ഇവിടെ പിക്ചറിനകത്ത് വരയ്ക്കുന്നത്. സോ ഈ റിയലിസ്റ്റിക് ഇമേജ് വരയ്ക്കുമ്പോൾ പലരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ് ബോർഡർ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ വരച്ചുകൊണ്ടിരിക്കുന്ന പിക്ചറിൻ്റെ ചുറ്റൊരു ബോർഡർ ഉണ്ടാവും. അത് ഞാൻ പണ്ടും ചെയ്യുന്നു, ഇപ്പോഴും ഇടയ്ക്ക് ചെയ്യേണ്ട അറിയാതെ ചെയ്തു പോവുകയാണ്. ബട്ട് മോസ്റ്റ്ലി എല്ലാവരും അത് ഒഴിവാക്കുക. ഈ ബോർഡർ ഇടുമ്പോൾ എന്താ പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ പിക്ചർ റിയലിസ്റ്റിക് എന്ന് മാറി ഒരു കാർട്ടൂണിക് ഫീലാവും. പിക്ചർ ഒരു കാർട്ടൂൺ പോലെയുള്ളൊരു ലുക്കിലേക്ക് വരും. അത് നമുക്ക് ആവശ്യമില്ലല്ലോ. ലൈക്ക് എന്തിനാ, നമ്മളിപ്പോൾ റിയലിസ്റ്റിക് ആണല്ലോ, എന്താ കാണുന്നത് അത് തന്നെയാണല്ലോ വരയ്ക്കുന്നത്. സോ ബോർഡറിന് പകരം ഷെയ്ഡിങ്ങിലൂടെ തന്നെ ഒരു ബോർഡർ ക്രിയേറ്റ് ചെയ്യുക. ലൈക്ക് മനസ്സിലായല്ലോ, ഒരു സിംഗിൾ ലൈൻ ബോർഡറിന് പകരം മൊത്തത്തിലൊരു ഷെയ്ഡ് പോലെയുള്ളൊരു ബോർഡർ. ഓക്കെ, അപ്പോൾ ഷെയ്ഡ് ഡ്രോവൽ ഭിത്തി എടുത്തിട്ട് തരാം. സി and this is how our final drawing എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. ആൻഡ് നിങ്ങളുടെ ഡൗട്ടൊക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ഗ്രിഡ് ഡ്രോയിങ് സിമ്പിളായിട്ട് ഫോണിനകത്ത് ഇപ്പോൾ ആപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഗ്രിഡ് യൂസ് ചെയ്ത് എല്ലാ ഡൗട്ടൊക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇഫ് യു ആർ പോസ്റ്റിംഗ് ലൈക്ക് നിങ്ങളുടെ ഡ്രോയിങ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിനകത്തോ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിനകത്ത് നിങ്ങൾ പോസ്റ്റ് ചെയ്യുമെന്ന് വെച്ചാൽ പ്ലീസ് ഡു ടാഗ് മീ. അപ്പോൾ എനിക്ക് കണ്ടിട്ട് വർക്ക് അപ്രിഷ്യേറ്റ് ചെയ്യാമല്ലോ. ഓക്കെ, ആൻഡ് അടുത്തൊരു വീഡിയോയിൽ അടിപൊളി ടിപ്പായിട്ട് വരുന്നതായിരിക്കും. സൈനിങ് ഓഫ് വിഘ്നേഷ് എസ് വൈ.